ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ നാത്തുമാർ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും നൊസ്റ്റമായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണ തലേന്നും പള്ളിപ്പെരുന്നാളിനൊക്കെ നേർച്ച സദ്യക്കും ഈ ഐറ്റം മസ്റ്റാണ്. വേറൊന്നുമല്ല, നല്ല നെയ്യുള്ള ബീഫ് പച്ചക്കായിട്ട് വരട്ടിയത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നാട്ടിൽ ചെന്നാലും ഇത് കിട്ടാൻ പോണില്ല. ഞങ്ങളെപ്പോലെ ബീഫും കായും മിസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ റെസിപ്പി ഒരു ആശ്വാസമായിരിക്കും കേട്ടോ. പച്ച ഏത്തക്കായ്ക്കൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഇത് കഴിക്കുമ്പോഴാട്ടോ മനസ്സിലാവുന്നേ. ആദ്യം നമുക്ക് ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ നമ്മൾ പാനിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പൊടികളുടെ അളവെല്ലാം കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ മറക്കണ്ട. ചെറു തീയിൽ തുടരെ ഇളക്കി വേണം കേട്ടോ ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. തീ ഏറ്റവും കുറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നല്ലോണം കളറൊക്കെ ഒന്ന് മാറി വരണം, നല്ലൊരു സ്മെല്ലൊക്കെ വരണം, എന്നാൽ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതേ പൊടികൾ റെഡിയായി. അപ്പോൾ നമ്മൾ കഴുകി വെള്ളമൊക്കെ പോയ ബീഫിലേക്ക് ഈ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈ കൊണ്ട് ഈ ബീഫിലേക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കണം. കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് നമുക്ക് ബീഫ് പകുതി വേവുന്ന വരെ വേവിച്ചെടുക്കാം. എനിക്ക് പകുതി വേവാനായിട്ട് ഒരു വിസിലേ വേണ്ടി വന്നുള്ളൂ. ഓരോരുത്തരുടെയും ബീഫിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഞാൻ ബീഫ് സാധാരണ കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല കേട്ടോ. അതിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. ഞാനൊരു പച്ച ഏത്തക്കായ ഇതുപോലെ തൊണ്ടെല്ലാം കളഞ്ഞ് ഇത്ര വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. എൻ്റെ ബീഫ് പകുതി വേവാനായിട്ട് ഒരു വിസിലാട്ടോ എടുത്തോളൂ. അപ്പോൾ അതേ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇത് ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കായ കഷ്ണം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വീണ്ടും കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒരു വിസിൽ മതി കേട്ടോ, കാരണം ഈ കായ വെന്ത് കിട്ടാനായിട്ട് ഒരു വിസിൽ മതിയാവും. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുകിയ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു പാനിലിട്ട് വറുത്തെടുക്കാൻ പോവാണ്. ഇതിനകത്തേക്ക് തേങ്ങ വറുത്തരച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റിങ് വരിക. ഈ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഗ്രാമ്പൂ, 2-3 കഷ്ണം പട്ട, 2 വറ്റൽമുളക്, കുറച്ച് മുഴുവനായിട്ടുള്ള മല്ലി, കുറച്ച് കുരുമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഞാൻ ഈ തേങ്ങ ചിരണ്ടിയത് പാനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഓർത്തത്. എൻ്റെ തേങ്ങ ചിരണ്ടിയത് നല്ലോണം വലുതാണ്. മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എല്ലാം ചെറിയതായിട്ട് കിടന്നേനെ, നല്ലോണം എളുപ്പമായിരുന്നു വറുത്തെടുക്കാനായിട്ട്. എന്തായാലും ഞാൻ മറന്നുപോയി, നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ ചേർക്കുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ചെറു തീയിലിട്ട് നല്ലോണം ചുവന്ന കളറാവുന്ന വരെ വറുത്തെടുക്കാം. ഇനി അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലൊക്കെ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, എങ്കിൽ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളിനി ആദ്യം ചേർക്കാൻ പോകുന്നത് സവാള നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് രണ്ടുമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റാം നമുക്ക്. അതിലേക്ക് നമുക്കൊരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇതുപോലെ നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് ഈ പരുവാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കായും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. എൻ്റെ തേങ്ങ മൂക്കാത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ എത്ര അരച്ചിട്ടും വെള്ളം ചേർക്കാതെ അരച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചത്.
നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ആ അരപ്പും ബീഫും കായും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അടിക്ക് പിടിക്കുമെന്ന് അറിയില്ല. എണ്ണയെല്ലാം പതുക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ആഹാ, കണ്ടോ, എണ്ണയെല്ലാം മേളിൽ തെളിഞ്ഞു വന്നു. ഇതാണ് പാകം. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ നിർത്താം. ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ കറി ഒരു മഞ്ഞ കളറായിട്ട് തോന്നുന്നത്. ശരിക്കും ഇതല്ല ഈ കറിയുടെ കളറ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മളൊരു പള്ളിയിലെ നേർച്ച സദ്യ കഴിച്ചതുപോലെ അല്ലെങ്കിൽ തലേ ദിവസത്തെ കല്യാണം കൂടിയ പോലെയൊക്കെയുള്ള ഒരു ഫീലാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള കളറ്. വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു അടുത്ത ഡിഷുമായി കാണുന്നവരെ ബൈ.